ശ്രീ PM നാരായണൻ, നോക്കൂ, ഇവിടെ ഇപ്പോൾ ഒരു വെടിനിർത്തൽ കരാർ അത് അറബ് രാഷ്ട്രങ്ങളുടെ നേതൃത്വത്തിൽ രൂപപ്പെട്ടതാണ്. ട്രംപിന്റെ 20 ദിന പദ്ധതിയാണ് നടപ്പാക്കാൻ പോകുന്നത്. അതിന് പ്രധാനമായും ചുക്കാൻ പിടിച്ചത് ട്രംപ് തന്നെയാണ്. നമുക്കറിയാം, നൂറ്റാണ്ടുകളുടെ നീണ്ട പ്രശ്നങ്ങളാണ്. അപ്പോൾ പെട്ടെന്നൊരു ദിവസം കൊണ്ട് നിർത്തിവെക്കാൻ കഴിയുന്നതല്ല. അവിടെ ചെറിയ ചെറിയ ആക്രമണങ്ങൾ നടക്കുന്നു. അത് കഴിഞ്ഞ ഈ ഞായറാഴ്ച, ഇന്നലെ അത് വളരെ രൂക്ഷമായ ഒരു ആക്രമണത്തിലേക്ക് പോയി. പക്ഷേ പിന്നീട് ഇന്ന് തന്നെ വെടിനിർത്തലിലേക്ക് ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുന്നു എന്ന് ഇസ്രായേൽ പറയുന്നു. ഈ ഘട്ടത്തിൽ തന്നെ ട്രംപിന്റെ അഡ്വൈസർ ജറേഡ് കുഷ്നർ അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വിറ്റ്കോഫ് അവിടെ എത്തിയിരിക്കുന്നു. മാത്രവുമല്ല, JD വാൻസ് അല്പസമയത്തിനകം നെതന്യാഹുവിനെ കാണും, അവിടേക്ക് എത്തും, ടെൽ അവീവിലേക്ക് എത്തും എന്ന വിവരങ്ങളാണ് വരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ആ പീസ് പ്രോസസ് മുന്നോട്ട് പോകുന്നുണ്ട്, ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എന്ന് നമുക്ക് കരുതാമോ? ഈ ട്രംപിന്റെ വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് അദ്ദേഹം ഇത് എടുത്തു കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്പകാലത്തേക്കെങ്കിലും ഈ വെടിനിർത്തൽ ആ മേഖലയിൽ ഉണ്ടാവേണ്ടത് ട്രംപിന്റെ കൂടെ ആവശ്യമാണ്. ആ കോണ്ടെക്സ്റ്റിൽ വെടിനിർത്തൽ തുടരുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. പക്ഷേ ഇപ്പോൾ അവിടെ നടക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു വെടിനിർത്തൽ അവിടെ ഉണ്ടായിട്ടില്ല. നിരന്തരം ആക്രമണങ്ങൾ രണ്ട് ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. ഓഫ്കോഴ്സ് ചെറിയ രീതിയിലെങ്കിലും കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു സമാശ്വാസം നമ്മൾക്കുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നത്, ഈ രണ്ട് പാർട്ടീസിനും, ഇസ്രായേലിനും അതേപോലെ ഹമാസിനും, ഇതിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാന ചോദ്യം ഈ വെടിനിർത്തലിൽ. ഇത് 20 രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങളും ഈ ട്രംപും ബാക്കി ഒട്ടനവധി പേരും ചേർന്നിരുന്നു കൊണ്ട് തീരുമാനിച്ചെടുത്ത ഒരു കാര്യമാണ് ഈ വെടിനിർത്തൽ എന്നത്. അതിൽ ഈ രണ്ട് പാർട്ടികളും പങ്കെടുത്തില്ല എന്നുള്ളത് തന്നെ അതിന് ഒരു വലിയൊരു വിരോധാഭാസമായി നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. അതിനുള്ള കാരണങ്ങൾ നമ്മൾ നിലനിർത്തുന്നുണ്ടെങ്കിൽ പോലും ഈ ഒപ്പിടൽ ചടങ്ങിൽ ഈ രണ്ടു പേരും ഉണ്ടായിരുന്നില്ല. ഹമാസും ഉണ്ടായിരുന്നില്ല, ഇസ്രായേലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ മേഖലയിലെ വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ് ഈ പലസ്തീൻ ഇസ്രായേൽ ഇഷ്യൂ. അതിന് ഹിസ്റ്റോറിക്കലായിട്ട് വലിയൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ആ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള വെടിനിർത്തലുകളെ നമ്മൾക്ക് കാണാൻ പറ്റുള്ളൂ. ഓസ്ലോ കരാർ മുതൽ, അല്ലെങ്കിൽ അതിനു മുന്നേ 67 യുദ്ധം മുതൽ ഒട്ടനവധി വെടിനിർത്തൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമാനമായ സാഹചര്യങ്ങളുള്ള ഇരു കക്ഷികളും കടന്നു പോയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ഒരു 70-80 വർഷമായി സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധിക്കാത്ത ഒരു മേഖലയാണ് ഇത് എന്നുള്ളത് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ഇപ്പോൾ അവിടെ നടക്കുന്ന കാര്യത്തെ ചേർത്ത് വായിക്കാൻ പറ്റുള്ളൂ. ഇവിടെ കേവലമായ സമാധാനം വരണമെങ്കിൽ അത് തീർച്ചയായിട്ടും ട്രംപിന്റെ അല്ലെങ്കിൽ ഒപ്പിടലുകളോടെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സാധ്യത എന്റെ മുന്നിൽ തോന്നുന്നത് എന്താ വെച്ചാൽ, ഇപ്പൊ ഖത്തറും തുർക്കിയും എല്ലാം അറബ് രാജ്യങ്ങൾ ഹമാസിന്റെ മേലെ സമ്മർദ്ദം ഉപയോഗിക്കുകയാണെങ്കിൽ വെടിനിർത്തൽ സാധ്യമാവാം. അതേപോലെ അമേരിക്ക ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തുക. ഈ രണ്ട് സമ്മർദ്ദങ്ങൾ രണ്ട് പാർട്ടികൾക്കും മുകളിൽ വലിയ രീതിയിൽ വരികയാണെങ്കിൽ ഈ വെടിനിർത്തലിന് കൂടുതൽ അർത്ഥതലം കൈവരിക്കാൻ സാധിക്കും. അതില്ലാത്ത ഒരു സാഹചര്യമാണ് നമുക്ക് ഇപ്പോൾ കാണുന്നത്. ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചില്ലേ, ഈ ട്രംപിന്റെ ഒരു അൾട്ടർ ഈഗോ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയുള്ള ഒരു യുദ്ധവിരാമമായി നമ്മൾ ഈ പലസ്തീനെ കൊണ്ടെത്തിക്കുന്നത് വലിയ രീതിയിൽ ആ മേഖലയിലെ ജനങ്ങളോട് ചെയ്യുന്ന ദ്രോഹമാണത്. ഇന്നലെ രേണുക സൂചിപ്പിച്ച പോലെ 12 പേരടങ്ങുന്ന കുടുംബം ഒട്ടൊക്കെ ഒരു ബോംബിങ്ങിൽ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. അവർ വെടിനിർത്തൽ എന്ന സമാശ്വാസനത്തിന്റെ തണലിലാണ് പുറത്തിറങ്ങി നടന്നത്. അവർക്ക് മേലെയാണ് ഈ ബോംബിംഗ് ഉണ്ടായത്. അവർ ഒന്നായി മാറി. നേരത്തെ ഇപ്പൊ മോഹൻ വർഗീസ് സൂചിപ്പിച്ച പോലെ ഇതാണ് ഇതിന്റെ ആദ്യ ഘട്ടം എന്നത്. ഇസ്രായേലിന്റെ നിലപാട് വളരെ കൃത്യമാണ് തുടങ്ങുന്നത് തന്നെ. അതായത് ഞങ്ങൾക്ക് ഹമാസിനെ ഇല്ലാതാക്കണം, ബന്ദികളെ തിരിച്ചെത്തിക്കണം. ഇതിൽ ബന്ദികളെ എല്ലാവരെയും തിരിച്ചെത്തിക്കുക, ജീവനോടെ തിരിച്ചെത്തിക്കാൻ സാധിച്ചു എന്നുള്ളത്, അതായത് അവൈലബിൾ ആയിട്ടുള്ള ബന്ദികളെ തിരിച്ചെത്തിക്കാൻ സാധിച്ചു എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയമാണ്. പക്ഷെ ഹമാസിനെ ഇല്ലാതാക്കുക എന്നുള്ള ദൗത്യം ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ഏതൊരു സാധ്യതയും, അതായത് ഹമാസിന്റെ ഭാഗത്തുകൊണ്ടുള്ള ഏതൊരു ചെറിയ പ്രൊവക്കേഷൻ പോലും ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരമായി കണക്കിലെടുത്ത് ഇസ്രായേൽ വലിയ രീതിയിൽ പ്രകോപിതമാവുമെന്നും അവരെ തിരിച്ചടിക്കുമെന്നാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ഈ മേഖലയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും.